വാങ്കഡയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴിതാ അതേ സ്റ്റേഡിയത്തിന്റെ ഗാലറി സ്റ്റാൻഡുകളിൽ ഒന്നിന് എന്റെ പേരാണ്. ഏറെ വൈകാരികമാണ് ഈ നിമിഷം. ദിവസങ്ങൾക്ക് മുമ്പാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ സ്റ്റാൻഡുകളിൽ ഒന്നിന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ പേര് നൽകാൻ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രോഹിത് പാഡ് കെട്ടിയിറങ്ങുമ്പോൾ വാങ്കഡെ ഗാലറിയിലേക്ക് ക്യാമറകൾ തിരിഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ എന്നോ തങ്കലിപികളിൽ കൊത്തിവെക്കപ്പെട്ട് കഴിഞ്ഞ ആ പേര് ഗാലറി സ്റ്റാൻഡുകളിൽ ഒന്നിന്റെ ഉച്ചിയിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. രോഹിത് കളി നിർത്താൻ സമയമായോ എന്ന ചർച്ചയ്ക്ക് ഒരു വർഷത്തിലേറെ പഴക്കമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് വീരേന്ദർ സെവാഗാണ് അവസാനമായി അത് പറഞ്ഞു വെച്ചത്. രോഹിത്തിന്റെ നിലവിലെ പ്രകടനങ്ങൾ അയാളുടെ ലെഗസിക്ക് കളങ്കം ചാർത്തുന്നുണ്ട് എന്നായിരുന്നു സെവാഗിന്റെ പ്രതികരണം. മുംബൈയുടെ മുൻ മത്സരങ്ങളിൽ രോഹിത് അമ്പെ പരാജയമായിരുന്നല്ലോ. പല സമയത്തും ഇമ്പാക്ട് പ്ലെയറുടെ റോളിൽ ഡഗൌട്ടിലായിരുന്നു അയാളുടെ സ്ഥാനം. ബാറ്റിംഗിനായി മാത്രം അയാൾ മൈതാനത്തെത്തി. ഇന്നലെ വാങ്കഡയിലും ചെന്നൈ ഇന്നിംഗ്സിനിടെ രോഹിത് മൈതാനത്തുണ്ടായിരുന്നില്ല. പിന്നെ റിക്കിൾട്ടണൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ക്രീസിലേക്ക്. മുംബൈ ഇന്നിംഗ്സിൽ ജാമി ഓവർട്ടൺ എറിഞ്ഞ രണ്ടാം ഓവർ. ഓവർട്ടന്റെ നാലാം പന്തിനെ തന്റെ ട്രേഡ് മാർക്ക് ഫുൾ ഷോട്ടിൽ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ രോഹിത് ഗാലറിയിലെത്തിച്ചു. എഫേർട്ട്ലെസ് ബാറ്റിംഗിന്റെ മനോഹാരിത എന്താണ് എന്നറിയണമെങ്കിൽ ഫോമിലുള്ള രോഹിത്തിന്റെ ബാറ്റിലേക്ക് കണ്ണു പറിച്ച് നട്ടിരിക്കണമെന്നാണല്ലോ. ഖലീൽ അഹമ്മദിന്റെ അടുത്ത ഓവറിൽ ഡീപ് സ്ക്വയർ ലെഗിലേക്ക് മറ്റൊരു മനോഹര സിക്സർ. പിന്നെ തുടരെ 2 ബൗണ്ടറികൾ. രോഹിത് ഓൺ ട്രാക്ക്. പവർ പ്ലേ പൂർത്തിയാകുമ്പോൾ രോഹിത്തും റിക്കിൾട്ടണും ചേർന്ന് സ്കോർ ബോർഡിൽ 62 റൺസ് ചേർത്തിരുന്നു. ജഡേജയുടെ തൊട്ടടുത്ത ഓവറിൽ റിക്കിൾട്ടൺ വീണു. പിന്നെ മുംബൈ നിരയിൽ ഒരാൾ പോലും വീഴാൻ കൂട്ടാക്കിയില്ല. സമീപകാലത്ത് ഫോം ഔട്ടിന്റെ പേരിൽ ഏറെ പടികെട്ട 2 ബാറ്റർമാരാണ് ഇപ്പോൾ ക്രീസിൽ. രണ്ടുപേരും മുംബൈ നഗരത്തിന്റെ പ്രിയപ്പെട്ടവർ. IPL-ൽ 2 കൗമാരക്കാർ തങ്ങളുടെ വരവറിയിച്ച വാരമാണിത്. ഒന്ന് രാജസ്ഥാൻ നിരകിലെ 14-കാരൻ വൈഭവ് സൂര്യവംശി. മറ്റൊന്ന് ചെന്നൈ നിരകിലെ 17-കാരൻ ആയുഷ് മാത്രേ. മുംബൈക്കാരനായ ആയുഷ് വാങ്കഡയിൽ തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കി. അതും മുംബൈക്കെതിരെ. 15 പന്തിൽ 4 ഫോറും 2 സിക്സും സഹിതം 32 റൺസ്. ദീപക് ചഹാറിന്റെ പന്തിൽ പുറത്തായി മടങ്ങുമ്പോൾ ആയുഷിനടുത്തേക്ക് ഓടിയെത്തിയ സൂര്യകുമാർ യാദവ് അയാളെ തോളിൽ തട്ടി അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. മറുപടി ബാറ്റിംഗിൽ 2 മുംബൈക്കാർ വാങ്കഡയെ പിന്നെ പൂരപ്പറമ്പാക്കി. രവീന്ദ്ര ജഡേജ, നൂർ അഹമ്മദ്. ചെന്നൈ നിരയിൽ ധോണിയുടെ വിശ്വസ്തരായ 2 സ്പിൻ മാതൃകർ. ഇന്നലെ സൂര്യകുമാർ യാദവിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും അധികം തല്ല് വാങ്ങിക്കൂട്ടിയത് ഇവർ രണ്ടുപേരുമാണ്. സൂര്യയുടെ ബാറ്റിൽ നിന്ന് സ്വീപ് ഷോട്ടുകൾ തുടരെ ബൗണ്ടറിയിലേക്ക് പ്രവഹിച്ചു. സ്പിന്നർമാർക്കെതിരെ 10 സ്വീപ് ഷോട്ടുകൾക്കാണ് സൂര്യ ഇന്നലെ മുതിർന്നത്. അതിൽ 4 സിക്സും 3 ഫോറും സഹിതം 36 റൺസ് സ്കോർ ബോർഡിലായി. 12ാം ഓവറിൽ രോഹിത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം ടോപ്പ് ഗിയറിലായി. നൂർ അഹമ്മദ് എറിഞ്ഞ 13ാം ഓവറിൽ സൂര്യയുടെ ബാറ്റിൽ നിന്ന് തുടരെ 3 ബൗണ്ടറികളാണ് പിറന്നത്. ജഡേജയെ അതിനു മുമ്പേ അയാൾ കണക്കിന് പ്രഹരിച്ചു കഴിഞ്ഞിരുന്നു. 15ാം ഓവറിൽ സൂര്യയുടെ 50 എത്തി. ആ ഓവറിൽ നൂറിന് കിട്ടിയത് 2 ഫോറും 1 സിക്സും. പിന്നെ അധിക നേരം കാത്തിരിക്കാനൊന്നും സൂര്യയും രോഹിത്തും കൂട്ടാക്കിയില്ല. പതിരാനി എറിഞ്ഞ 16ാം ഓവറിൽ 3 സിക്സറുകൾ ഗാലറിയിൽ എത്തിച്ച് ഇരുവരും ചേർന്ന് ചെപ്പോക്കിലെ തോൽവിക്ക് പകരം ചോദിച്ചു. തുടക്കത്തിലെ പതർച്ചയിൽ നിന്ന് തുടരെ 3 വിജയങ്ങളുമായി ഹാർദിക്കിന്റെയും സംഘത്തിന്റെയും ഗ്രേറ്റ് കംബാക്ക്. ഒപ്പം രോഹിത്തിന്റെയും. കടലാസിലെ പുലികളെന്നാണ് സീസണിന്റെ തുടക്കത്തിൽ മുംബൈയെ പലരും വിശേഷിപ്പിച്ചിരുന്നത്. തുടർ തോൽവികളുമായി അവർ പതറുന്ന സമയമായിരുന്നു അത്. പവർ പ്ലേ സ്ട്രഗിൾ ടീമിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന് ജയവർദ്ധനെ മാധ്യമങ്ങളോട് തുറന്നടിച്ചു. ഇന്നലെ പവർ പ്ലേയിൽ മുംബൈയുടെ റൺ റേറ്റ് 10 ആണ്. ഒപ്പം ചെന്നൈ ഇന്നിംഗ്സിലെ പവർ പ്ലേയിൽ ആകെ വിട്ടു നൽകിയത് 48 റൺസും. ഒരേ സമയം 7ലേറെ ബോളിംഗ് ഓപ്ഷനുകൾ. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ അവയെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാണ് ഹാർദിക് 3 മിന്നും വിജയങ്ങൾ പോക്കറ്റിലാക്കിയത്. ഫോമിലേക്ക് മടങ്ങിയെത്തിയ റിക്കിൾട്ടണും വിൽ ജാക്സും സൂര്യകുമാറും. നിർണായക സമയങ്ങളിൽ ആവനാഴിയിൽ നിന്ന് പുറത്തെടുക്കാൻ കരൺ ശർമ്മയും വിഘ്നേഷും അടക്കമുള്ള പടക്കോപ്പുകൾ. 8 മത്സരങ്ങളിൽ 4 ജയവുമായി മുംബൈ എതിരാളികൾക്ക് വലിയൊരു സൂചന നൽകിയിട്ടുണ്ട്. ആർക്കും അവഗണിച്ച് തള്ളാനാകാത്തൊരു സൂചന.